ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുട്ടി വീഡിയോ ആണ്. എനിക്ക് 2 ദിവസമായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു ദിവസം എന്നെ അമ്മ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഇന്നലെയും പോയില്ലായിരുന്നു സ്കൂളിൽ. അന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങ് പോകുന്നതാണ്. സോ 2 ദിവസമായിട്ട് ക്ലാസ്സിൽ പോയിട്ടില്ല. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന് പോകണം എന്നൊക്കെ വിചാരിച്ച് വരുന്നതാണ്. പെട്ടെന്നാണ് ചൂടൊക്കെ ഉണ്ടായിരുന്നു. സോ ഇന്നും കൂടെ പോയില്ല. പിന്നെ അമ്മയുടെ വണ്ടിയുടെ കവർ ഇടാനായിട്ട് ഞാൻ മുകളിലോട്ടൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പിന്നെ പണ്ടേ മാജിക്കൊക്കെ അറിയാവുന്നതുകൊണ്ടേ പെട്ടെന്നാണ് കാര്യമൊക്കെ നടക്കുന്നത്. കണ്ട, ഒറ്റ വിരലൊന്നും ഞൊടിച്ചപ്പോൾ തന്നെ സാധനം അങ്ങ് ഇട്ടു. പിന്നെ ഒത്തിരി നോട്ട്സൊക്കെ എഴുതാനുണ്ടായിരുന്നു. അങ്ങനെ അത് കുത്തിയിരുന്ന് ഇന്നലെ കുറേ ഞാൻ എഴുതിയായിരുന്നു. ഇനിയും കിടക്കുവാണ്, മല പോലെ ഉണ്ട് എഴുതാനായിട്ട്. ഇനി അവൾ അയച്ചു തരണം. ക്ലാസ് ചെന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇനി അയച്ചു തരണം. അതൊക്കെ ഇനി പയ്യെ എഴുതണം. ഇത് ഇത്രയും ഞാൻ ഇന്നലെ ഇരുന്ന് എഴുതിയ, ഇത്രയല്ല, ഇനി കുറേ കൂടെ ഉണ്ട്. വെറുതെ എന്തിനാണ് നിങ്ങളെ ബോറടിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് മാജിക് ചെയ്തു. കണ്ട, പെട്ടെന്ന് ആ സാധനമൊക്കെ ഞാൻ എഴുതി തീർക്കുന്നത്, എൻ്റെ ഒരു ഇതേ. അങ്ങനെ അതൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി ഹിന്ദി ഉണ്ട് എഴുതാനായിട്ട്. അതൊക്കെ കിടക്കുകയാണ്. SS പിന്നെ മാത്സും ഒക്കെ ഞാൻ ഇന്നലെ എഴുതി വെച്ചതാണ്. വെറുതെ എന്തിനാണ് നിങ്ങളെ ബോറടിപ്പിക്കുന്നത് വിചാരിച്ച് ഞാൻ ഇതിൽ ചില ക്ലിപ്സൊക്കെ കളഞ്ഞിട്ടുണ്ട്. കുറേ ഉണ്ടായിരുന്നു എഴുതാനായിട്ട്. അങ്ങനെ എല്ലാം എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ചരിത്രം മാത്രമാണ്. കുറേ ഉണ്ട് എഴുതാൻ. A few moments later. One eternity later. അങ്ങനെ അതൊക്കെ എഴുതി കഴിഞ്ഞ് കുറേ നേരം ഞാനിങ്ങനെ കിളി പോയത് കണക്ക് എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു. നല്ലതായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലായി ഒരു ദിവസം ക്ലാസ്സിൽ പോയില്ലെങ്കിൽ എന്തോരം കഷ്ടപ്പാടുണ്ടെന്ന്. അങ്ങനെ അതൊക്കെ എഴുതി കഴിഞ്ഞ് പിന്നെ പേനയിട്ട് കളിയായിരുന്നു. അത് മൂക്കിൻ്റെ അവിടെ കൊണ്ട് വെച്ച് എനിക്കൊന്നും അറിയത്തില്ല. ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കിളി പോയെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്ന് എഴുതുമായിരുന്നു. എഴുതി അവസാനം തലയുടെ കിളി പോയെന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കണ്ട, ഡാൻസ് കളിച്ചുകൊണ്ട് എനിക്കറിയാൻ മേല എന്താ ഞാൻ ഈ കാണിക്കുന്നതെന്ന്. പിന്നെ ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞ് സന്തോഷത്തിലാണ് ഞാൻ ഹിന്ദി എടുക്കാൻ പോയതാണ്. ഇനി അതുകൊണ്ട് 10-16 എണ്ണം അങ്ങോട്ട് എഴുതാനുണ്ടായിരുന്നു. വേർഡ്സ് ഇങ്ങനെ എഴുതാനുണ്ടായിരുന്നു. ന്യൂ വേർഡ്സ് ഒക്കെ ഇല്ല, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഒരു പുതിയ ചാപ്റ്റർ പഠിപ്പിച്ചതിൻ്റെയാണ് നിങ്ങളീ കാണുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി ഒരു ദിവസം ലീവ് എടുത്താൽ എന്തോരം കഷ്ടപ്പാടുണ്ടെന്ന്. ഇനി ഞാൻ ലീവ് എടുക്കുന്നില്ലെന്നങ്ങ് തീരുമാനിച്ചുള്ള ആലോചിക്കുക. കാരണം അത്രയ്ക്ക് ഉണ്ടായിരുന്നു. നല്ല കഷ്ടപ്പാട് വേണം ഇതൊക്കെ എഴുതിയെടുക്കാനായിട്ട്. അങ്ങനെ കുത്തിയിരുന്ന് അതിങ്ങനെ എഴുതിയെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഈ 2x സ്പീഡിൽ കാണുന്ന ഈ സംഭവം ഞാൻ എത്ര നേരം എടുത്ത് എഴുതിയത്. ഇന്നലെയും കുറേ ഇരുന്ന് എഴുതിയിട്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും ആക്കി തീർത്തത്. അല്ലായിരുന്നെങ്കിൽ ഇനിയും ഉണ്ടേനെ കുറേ. ഇപ്പോൾ അത്രയേ ഉള്ളൂ.